ാണ് പത്തനംതിട്ടയിൽ മോഷണ കേസിൽ ആളുമാറി ക്ഷേത്രം പൂജാരിയെ കസ്റ്റഡിയിലെടുത്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ക്ഷേത്രം ഭാരവാഹികൾ രംഗത്തെത്തി. കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിലെ കീഴ്ശാന്തി വിഷ്ണുവിനെയാണ് കൊല്ലം ഇരുവിപുരം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ദിവാരാനിക്ക് ശേഷം ഇവിടുത്തെ കീഴ്ശാന്തി അദ്ദേഹം കഴിഞ്ഞ 2 മാസത്തിൽ കൂടുതലായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തെ ഇവിടെ ഒരു 5.5 വട്ടം ഇവിടെ മഫ്തി പോലീസുകാരുണ്ടായിരുന്നത് പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ദിവാരാനി കഴിഞ്ഞ് അദ്ദേഹത്തെ കോന്നി സിയുടെ നേതൃത്വത്തിൽ വന്നിട്ട് അദ്ദേഹത്തെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അപ്പം ഞങ്ങളോട് പറഞ്ഞത് ഇദ്ദേഹം കൊല്ലത്തുള്ള ഒരു ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന സമയത്ത് അവിടുന്ന് മോഷണം നടത്തിയ കേസിലെ പ്രതിയാണ്. 2 മാസമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം ആലപ്പുഴക്കാരനാണ്, പേരൊക്കെ വിഷ്ണുവാണ്. പിന്നെ കുറെ ഫോട്ടോഗ്രാഫ്സും കാണിച്ചു ഇദ്ദേഹത്തിന് തന്നെ. അപ്പം ഞങ്ങൾ വിശ്വസിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പിന്നെ മോഷ്ടാവാണെങ്കിൽ ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല, അറസ്റ്റ് ചെയ്യണം. അപ്പോൾ അദ്ദേഹത്തെ ഇവിടുന്ന് തന്നെ അമ്പലത്തിനകത്തുനിന്ന് തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് സ്റ്റേഷനിൽ പോയി. ഉപദേശ സമിതിയുടെ ഞങ്ങൾ അംഗങ്ങളെല്ലാം സ്റ്റേഷനിൽ ചെന്നു. സിഎമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഫോട്ടോ കാണിച്ചു. ഇദ്ദേഹത്തിൻ്റെ കേസിൽ പ്രതിയാണ്. അപ്പോൾ കേസിൽ പ്രതിയാണെങ്കിൽ കുഴപ്പമില്ലെന്ന് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്ക് പ്രതിഷേധമില്ലെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ ഇരുവിപുരം പോലീസ് സ്റ്റേഷനായിരുന്നു കേസ്. അപ്പോൾ അവിടുന്ന് പോലീസുകാർ വന്നിട്ട് ഇദ്ദേഹത്തെ കോന്നി പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൈമാറുകയും കൊല്ലത്ത് കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ പിന്നെ രാത്രിയിൽ വിളിച്ചു കൊണ്ടുപോയ പോലീസുകാർ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. അവിടുത്തെ കമ്മിറ്റിക്കാർ മുന്നിൽ ഇദ്ദേഹത്തെ ഹാജരാക്കിയപ്പം ഇദ്ദേഹം അല്ല പ്രതി എന്ന് അവർ പറയുകയും അതുകൊണ്ട് ഇദ്ദേഹം നിരപരാധിയാണെന്ന് പറയുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തെ ഇന്ന് രാവിലെ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു, ഉച്ചയ്ക്ക് എങ്ങാണ്ടാണെന്ന് തോന്നുന്നു, അവിടുന്ന് കൊല്ലത്തുനിന്ന് പറഞ്ഞു അദ്ദേഹം തന്നെ ഇവിടെ എത്തുകയും ചെയ്തു. അപ്പൊ ഇത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ 7:30 വ്യക്തമാണ്. ശശി നാരായണൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശശിനാരായണൻ, ഈ കൊല്ലം പൂതക്കാട് ദേവീക്ഷേത്രത്തിലെ വിളക്ക് മോഷണവുമായി ബന്ധപ്പെട്ടായിരുന്നു ആള് മാറിയുള്ള കസ്റ്റഡി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് അബദ്ധം പറ്റി എന്ന് പോലീസ് വിശദീകരിക്കുന്നു. പക്ഷേ അങ്ങനെ പോലീസിന് ഇതിൽ നിന്നും ഇത്തരം ഒരു വിശദീകരണം നൽകി ഈ കേസിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? ഒരു നിരപരാധിയെ, അതും മോഷ്ടാവെന്ന് ചിത്രീകരിച്ചുകൊണ്ട് ഒരു പൂജാരിയെ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം പോലീസിന്റെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് സംഭവിച്ചത്. എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്? വലിയ പ്രതിഷേധം ക്ഷേത്രം ഭാരവാഹികളുടെ ഭാഗത്തും നാട്ടുകാരുടെ ഭാഗത്തും ഉണ്ടാകുന്നുണ്ടോ? ടോം സൂചിപ്പിച്ച പോലെ വലിയ ഗുരുതരമായ ഒരു വീഴ്ച തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. കോന്നി മുരിങ്ങമല ക്ഷേത്രത്തിലെ കീഴ്ശാന്തിയായ വിഷ്ണുവിനെയാണ് കൊല്ലം പൂതക്കാട് ദേവീക്ഷേത്രത്തിലെ വിളക്ക് മോഷണവുമായി ബന്ധപ്പെട്ട് ഇരവൂരത്ത് നിന്ന് വന്ന പോലീസ്, കോന്നി പോലീസുമായി 2 പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും അമ്പലത്തിലെത്തി. ചൊവ്വാഴ്ച വൈകുന്നേരമാണ് ഇദ്ദേഹത്തെ ഇവിടുന്ന് കസ്റ്റഡി എടുത്ത് ഇരവൂരത്തെ കൊണ്ടുവന്നത്. ആ ക്ഷേത്രത്തിലെ വിളക്ക് മോഷണവുമായി ബന്ധപ്പെട്ട് ഉള്ള അവിടുത്തെ ഒരു ശാന്തിക്കാരനെ തന്നെയാണ് അവര് ക്ഷേത്രം ഭാരവാഹികൾ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുകയും ഈ വിളക്ക് മോഷ്ടിച്ചുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് വിഷ്ണുവിന്റെ കോന്നി മുരിങ്ങമല ക്ഷേത്രത്തിലെ കീഴ്ശാന്തിയുടെ ഫോട്ടോ ഈ ഇരവൂരത്തെ പൂതക്കാട് ക്ഷേത്രത്തിലെ ഭാരവാഹികൾ ഇരവൂരം പോലീസ് കൈമാറുകയും ചെയ്തു. ആ ഫോട്ടോ വെച്ചാണ് ഈ ഇരവൂരത്ത് നിന്നും പോലീസുകാർ കോന്നിയിലെത്തി. കോന്നി പോലീസുമായി ബന്ധപ്പെട്ട് കോന്നി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും ഇരവൂരം ക്ഷേത്രത്തിലെ ഉദ്യോഗസ്ഥരും എത്തിയാണ് ഈ മുരിങ്ങമല ക്ഷേത്രത്തിൽ വന്ന് വിഷ്ണുവിനെ, ഇവിടുത്തെ കീഴ്ശാന്തിയായ വിഷ്ണുവിനെ കസ്റ്റഡി എടുത്ത് കൊണ്ടുപോകുന്നത്. ഇതിലൊരു പ്രശ്നം എന്ന് പറയുന്നത്, കാരണം പൂജ നടക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ വിഷ്ണുവിനെ കീഴ്ശാന്തിയായി മുരിങ്ങമല ക്ഷേത്രത്തിലെ കീഴ്ശാന്തി വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡി എടുത്ത് കൊണ്ടുപോകുന്നത്. വളരെ പ്രശസ്തമായ ഒരു ദേവസ്വം ബോർഡ് ക്ഷേത്രമാണ് കോന്നി മുരിങ്ങമല ക്ഷേത്രം. അവിടെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു മോഷണ കേസിലെ പ്രതി അറസ്റ്റ് ചെയ്തു എന്നൊരു പ്രതീതി സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അത് ഭക്തരെ സംബന്ധിച്ച് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. ആ പോലീസിന്റെ ഭാഗത്ത് ഗുരുതരമായ ഒരു വീഴ്ച ഉണ്ടായിരിക്കുന്നു. കാരണം ഈ ഫോട്ടോ ക്ഷേത്രം ഭാരവാഹികൾ കൈമാറിയപ്പോൾ അത് വിശദമായി പരിശോധിക്കാനോ അത്തരമൊരു അന്വേഷണം നടത്താനോ പോലീസ് തയ്യാറാകാതെ കീഴ്ശാന്തിയെ, നിരപരാധിയായ ഒരു കീഴ്ശാന്തിയെ ഇവിടെ വന്ന് ഭക്തരുടെ മുന്നിൽ നിന്ന് തന്നെ കസ്റ്റഡി എടുത്തിട്ട് പോയിട്ട് ചൊവ്വാഴ്ചയാണ് പോകുന്നത്. പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ്. തീർച്ചയായും അത് വലിയ വീഴ്ച തന്നെ സംഭവിച്ചിട്ടുണ്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന്. എന്താണ് ഈ ക്ഷേത്രം ഭാരവാഹികളുടെ ആവശ്യം? വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാണോ? ടോമ, ഇതുമായി ബന്ധപ്പെട്ട ക്ഷേത്രം ഉപദേശക സമിതി ഇപ്പൊ തന്നെ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം DGPക്ക് അടക്കം വിഷ്ണുവും പരാതി നൽകിയിട്ടുണ്ട്. നിലവിലത്തെ സാഹചര്യം 2 മാസമേ ഉള്ളൂ വിഷ്ണു കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിൽ പൂജാരി എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു കുറ്റകൃത്യമില്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ പരസ്യമായി നാണം കെടുന്ന രീതിയിൽ അദ്ദേഹത്തിന് അഭിമാനക്ഷതം ഉണ്ടാകുന്ന തരത്തിലേക്കും പോലീസ് വരുത്തി തീർത്തായിട്ടാണ് ഇപ്പോൾ ആരോപണം ഉയരുന്നത്. അത് ക്ഷേത്രത്തിനും കാര്യമായ രീതിയിൽ ഒരു മാനക്കേടുണ്ടായി എന്നുള്ളതാണ് ഭക്തരും ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ കോടതിക്ക് ഒരു പരാതി കൊടുക്കാൻ വിഷ്ണുവും ഒപ്പം
ക്ഷേത്ര ഉപദേശക സമിതി തീരുമാനിച്ചിട്ടുണ്ട്. പോലീസിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് DGPക്കും ക്ഷേത്ര ഉപദേശക സമിതി പരാതി നൽകിയിട്ടുണ്ട്. വലിയ ഗുരുതരമായ ഒരു വീഴ്ചയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. സാധാരണപ്പെട്ട ഒരു മനുഷ്യനെ ആളുകളുടെ മുന്നിൽ വ്യക്തിഹത്യ ചെയ്യുന്ന പോലെ തന്നെ വൈകിട്ട് വന്നു 2-3 ദിവസം ഈ പോലീസുകാർ ഇവിടെ കോന്നിയിൽ ക്യാമ്പ് ചെയ്യുകയും ഈ അമ്പലത്തിൽ രാത്രി സമയങ്ങളിലൊക്കെ പൂജ സമയങ്ങളിലൊക്കെ മഫ്തി വേഷത്തിൽ വന്ന് നിരീക്ഷിക്കുകയും ചെയ്തതിനു ശേഷമാണ് വിഷ്ണുവിനെ കസ്റ്റഡി എടുത്തിട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസ് കൃത്യമായി ഒരു പരിശോധന ഇക്കാര്യത്തിൽ നടത്താതെ ഒരു പരാതി കിട്ടി, അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഫോട്ടോ കിട്ടി, ആ ഫോട്ടോയുടെ അടിസ്ഥാനത്തിൽ ഒരു സാധുവായ ഒരു മനുഷ്യനെ കസ്റ്റഡി എടുത്ത് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഭക്തർക്കിടയിൽ കോന്നി മുരിങ്ങുകളുമായി ബന്ധപ്പെട്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഭക്തർക്കും ക്ഷേത്ര ഉപദേശക സമിതിക്കും വ്യക്തമാണ്. ശശിനാരായണനാണ് ജീവനക്കാർക്കും വിവരങ്ങൾ നൽകിയത്. കള്ളക്കേസിൽ കുടുക്കി പൂജാരിയെ അറസ്റ്റ് ചെയ്ത കസ്റ്റഡിയിലെടുത്ത കേസുമായി ബന്ധപ്പെട്ടാണ് പോലീസിനെതിരെ പ്രതിഷേധം ഉയരുന്നത്.